അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ കുറവാണ്, കാരണം ലൈവ് ചെയ്യുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല. അത് തന്നെ എനിക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടിരിക്കുകയാണ്. ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന് പറയാം. തേങ്ങ തലയിൽ വീഴേണ്ടതിന് പകരം തേങ്ങ ചുണ്ടത്താണ് വീണതെന്ന്, തെറിച്ച് വീണതെന്ന്, അതായത് കല്ലിൽ വീണിട്ട് തെറിച്ച് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ, പയ്യെ മാറിക്കൊള്ളുമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പം എന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ എന്നെ എത്തിച്ച എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലേ, തിരുവോണ ദിവസം കൊല്ലത്ത് വെച്ച് ഉണ്ടായ ഒരു കാർ ആക്സിഡൻറ്റ്. അതായത് ശ്രീകുട്ടി എന്ന് പറഞ്ഞ ലേഡി ഡോക്ടറും അജ്മൽ എന്ന് പറയുന്ന ആൺസുഹൃത്തും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായ ഒരു അപകടം. സ്കൂട്ടർ യാത്രികരായിരുന്നു രണ്ട് സ്ത്രീകൾ. അതിൽ സ്കൂട്ടർ ഇടിച്ചപ്പോൾ റോഡിലേക്ക് തെറിച്ച് വീണ കുഞ്ഞുമോളെ കാർ കയറ്റി കൊന്നു എന്ന വാർത്ത അല്ലേ. അപ്പം ഞാനിപ്പം അപകടം എന്ന് പറയുന്നത് സാധാരണ വാർത്തയല്ല. എപ്പോഴും അപകട മരണങ്ങൾ ഉണ്ടാകുന്നു, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നു. അറിയാതെ സംഭവിക്കുന്നത് ഒരു അപകടമാണ് എന്ന് പറയാം, അറിയാതെയുള്ള അപകടമാണെന്ന് പറയാം. പക്ഷെ അപകടങ്ങൾ പലതരം, അറിയാതെയും അറിഞ്ഞു. അബദ്ധവശാൽ സംഭവിക്കുന്ന അപകടങ്ങൾ നമുക്ക് അപകടമാണെന്ന് പറയാം, മനഃപൂർവ്വമല്ലാത്ത അപകടം. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്നത് നരഹത്യ എന്നാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്നുള്ള ഒരു അപകടമാണ്. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അല്ലേ. അപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മദ്യപിച്ചതും വാഹനം ഓടിച്ചതും. അപ്പോൾ എന്തായാലും ആദ്യത്തെ മദ്യപാനമല്ല, പലതവണ മദ്യപിച്ചിട്ടുണ്ടാകാം. കാരണം ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു പേടിയോടെ ആയിരിക്കും. എന്തായാലും കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ ഇടിച്ച് തെറിച്ച് വീണ സ്ത്രീയെ വീണ്ടും മുന്നോട്ട് എടുത്ത് പുറകോട്ടെടുത്ത് വീണ്ടും മുന്നോട്ടെടുത്ത് പുറകോട്ടെടുത്ത് അങ്ങനെ 2-3 തവണ കയറി ഇറങ്ങി എന്നാണ് പറയുന്നത് വണ്ടി. എന്തായാലും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യൻ. പക്ഷേ ആ ഡോക്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ വെറും വൈദ്യനല്ല, നമ്മൾ ദൈവത്തെ നേരിട്ട് കാണുന്ന പോലെയാണ്. അതായത് ഒരു രോഗി അതിൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെക്കാളും ഏറ്റവും വലുതായിട്ട് ദൈവമായിട്ട് കാണുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ഒരു രോഗിക്ക് ഡോക്ടറാണ് ദൈവം. അപ്പോൾ ഡോക്ടറോട് പ്രത്യേക പരിഗണന, പ്രത്യേക സ്നേഹം, പ്രത്യേക ബഹുമാനം. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു അസുഖം മാറ്റിത്തരുന്നത് ആരാണോ അത് ദൈവതുല്യനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ മാലാഖമാരാണ് ഈ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അല്ലേ. അപ്പോൾ ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നാർക്കും ഈ പറയുന്ന ഡോക്ടർ ആകാൻ പറ്റില്ല അല്ലേ. അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഡോക്ടർ MBBS എന്ന് പറഞ്ഞൊരു ബിരുദം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കെന്തിനാണ് ഈ പദവി? അതായത് ഒരു ഡോക്ടർക്ക് എന്തിനാണ് ഈ പദവി? അങ്ങോളം ഒരു രോഗിയെ, അതായത് സ്നേഹത്തോടെയും ആത്മാർത്ഥമായിട്ടും അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമല്ലോ. അപ്പോൾ ആ പ്രതിജ്ഞയ്ക്കകത്ത് തന്നെയുണ്ട് ഈ വാചകങ്ങളെല്ലാം. എങ്ങനെയാണ് ഒരു രോഗിയെ കാണേണ്ടതെന്നും മരണകാലം വരെ ഒരു രോഗിയെ എങ്ങനെയാണ് അവർ ശുശ്രൂഷിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ ആ സത്യപ്രതിജ്ഞയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവതുല്യനാണ്. അപ്പോൾ ഒരു മരണപ്പെടാനുള്ള ഒരാൾ, അതായത് മരണത്തിലേക്ക് പോകുന്ന ഒരാൾ, ഒരു അസുഖം വന്നിട്ടായാലും അല്ലാതെ ആയാലും ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ ജീവൻ തിരിച്ചു പിടിക്കുന്ന ഒരാളാണ്. ജീവൻ തിരിച്ചു പിടിക്കേണ്ട ആളാണ് ഡോക്ടർ. അപ്പോൾ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനെ, അത് രോഗം വന്നിട്ടായാലും അല്ലാതെ ആയാലും ഒരു ആക്സിഡൻ്റ് എങ്ങനെയായിക്കോട്ടെ, ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവനെ അത് തിരിച്ചു പിടിക്കേണ്ട ചുമതലയുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടർ തന്നെ ഇങ്ങനെയൊരു കൊലപാതകവും ഒരു ഹത്യ ചെയ്താൽ അതിനെന്താണ് സമാധാനം പറയുക? അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക്, ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് ഡോക്ടർ എന്ന പദവി ആവശ്യമോ? അങ്ങനെ ആവശ്യമുണ്ടോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡോക്ടർ എന്ന പദവിയിൽ ഇരിക്കാൻ അർഹതയില്ല. ആ ഡോക്ടർ എന്ന് പറയുന്ന ആ പദവിക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്, ഒരുപാട് മൂല്യമുള്ളതാണ്. അപ്പോൾ അവിടെ വേറൊരു
ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ വേറൊരു ഉദ്യോഗസ്ഥർക്കും വേറൊരു വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർക്കും അവിടെ ഈ ഡോക്ടർ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥാനമില്ല. ഡോക്ടർക്കാണ് അവിടെ സ്ഥാനം എപ്പോഴും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ഡോക്ടർ മനുഷ്യജീവൻ തിരിച്ചു പിടിക്കേണ്ടതാണ്, മനുഷ്യജീവൻ കൊടുക്കേണ്ടതാണ്. മരണപ്പെട്ടു പോകുന്നവർക്ക് ജീവൻ തിരികെ നൽകേണ്ടതാണ്. അതായത് എത്രത്തോളം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമോ നല്ല ചികിത്സ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർക്ക് ജീവൻ തിരിച്ച് കൊടുക്കേണ്ടത്, തിരിച്ച് പിടിച്ചു കൊടുക്കേണ്ട ഒരാൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്. ഒരു ഡോക്ടർ എന്നാൽ എന്താണ് ഡോക്ടർ എന്ന പദവി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ ശ്രീകുട്ടി എന്ന് പറയുന്നത് മദ്യപാനിയായിട്ടുള്ള ഒരു മകളായിരുന്നു എന്നാണ് പൊതുവെ വാർത്ത. പക്ഷേ അമ്മ പറയുന്നത് ഒരിക്കലും ആ കുട്ടി മദ്യപിക്കാറില്ല, അവരുടെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല എന്നാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ആ വാർത്തകളൊന്നും കാണിക്കുന്നില്ല, കാരണം ഇതെല്ലാം ആൾക്കാർ കണ്ടുമുഷിഞ്ഞതാണ്. എന്തിനാണ് എൻ്റെ മോളെ കുരുക്കാൻ വേണ്ടി ആ പാവപ്പെട്ട സ്ത്രീയുടെ പുറത്തുകൂടി കയറ്റി ഇറക്കിയത്? എൻ്റെ മോളെ ജയിലിലാക്കാൻ വേണ്ടി എന്തിനാണ് അവൻ ചെയ്തത്? പാവമല്ലേ അത്? നമ്മളൊരു ഫാമിലിയിൽ താമസിക്കുന്നതല്ലേ? ഒരു അമ്മ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം നമുക്കറിയില്ലേ? എന്തിനാണ് എൻ്റെ പിള്ളേരെ കൊടുക്കാൻ വേണ്ടി? വേറെ ഏതെല്ലാം വഴികളുണ്ടായിരുന്നു. എന്തിനാണ് ആ സ്ത്രീയെ കൊന്നത്? എൻ്റെ പിള്ളേരത്തോണ്ടിട്ട് ഇങ്ങനെ എന്തിനാണ്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ തന്നെ ഈ ഒരു കാര്യം മാത്രമാണ് ഒരു ഡോക്ടർ എന്ന പദവിക്ക് മൂല്യം. എന്താണ് ഒരു ഡോക്ടർ എന്ന പദവി കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഡോക്ടറെ എങ്ങനെ മാനിക്കണം? അപ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ജീവൻ കൊടുക്കാനുള്ള ആളോ അല്ല ജീവൻ എടുക്കാനുള്ള ആളോ എന്നാണ്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ശ്രീകുട്ടിയെപ്പോലെ ഒരുപാട് ശ്രീകുട്ടിമാർ നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഡോക്ടർമാരിപ്പം മദ്യപിക്കുന്ന ഡോക്ടർമാർ കാണും. നമുക്കറിയില്ല ആരൊക്കെ മദ്യപിക്കുന്നു എന്ന്. ഇതിപ്പോൾ പരസ്യമായിട്ടൊരു ശ്രീകുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ, അപൂർവം ചില ഡോക്ടർമാരേ വന്നിട്ടുള്ളൂ. പക്ഷേ എവിടെയൊക്കെയോ മദ്യപിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഇപ്പം പറയുന്നത് കേൾക്കാം, ഇന്നാളൊരു വാർത്തയിൽ കേട്ടായിരുന്നു, ഒരു BSc നേഴ്സ് ആയിട്ടുള്ള ഒരു മാനസിക നില തെറ്റിയ ഒരു കുട്ടി, അതിൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അവിടെയും ഹോസ്പിറ്റലിൽ നിന്ന് ഈ ലഹരിയുള്ള ഗുളിക കഴിക്കുന്ന എന്നാണ് മനസ്സിലാക്കിയത്. ലഹരിയുള്ള ഗുളികകൾ ഹോസ്പിറ്റലിലുണ്ട്, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാകാം. അത് എന്തുതരം ഗുളികയാണ് സത്യം പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശ്രീകുട്ടിമാരുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ശ്രീകുട്ടി ഡോക്ടർമാരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശ്രീകുട്ടിമാർക്കും ശ്രീകുട്ടന്മാർക്കും, ഞാൻ പറഞ്ഞത് ലേഡി ഡോക്ടർമാർക്കും മറ്റ് ഡോക്ടർമാർക്കും എല്ലാ ഡോക്ടർമാരോടും കൂടിയാണ്, ഇവർക്ക് എന്തിനാണ് ഡോക്ടർ പദവി? ഇങ്ങനെയുള്ള കൊലപാതകം നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡോക്ടർക്കും ഡോക്ടർ എന്ന പദവി കൊടുക്കാൻ പാടില്ല. ആ പദവികളെല്ലാം നമുക്ക് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അവർ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. ശരിയല്ലേ? അവർ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. ഒരു രോഗിയെ ഇനി ഒരു പ്രാവശ്യം പോലും, ഒരു തവണ പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുകയേ ചെയ്യരുത്. അവർക്കിത് ആജീവനാന്തം ഒരു പാഠവുമാകണം. അപ്പം വീണ്ടും കാണാം. ബൈ.